Hey everyone, welcome back to my own channel Vaishu the Small Town Girl. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. ആക്ച്വലി എനിക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കല്യാണ ശേഷം ഞങ്ങളുടെ റിലേറ്റീവ് വിരുന്നിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളിവിടെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഹോംലി ആയിട്ട് ഭയങ്കര ടേസ്റ്റോടെയായിട്ടാണ് നമുക്കത് കിട്ടിയത്. അപ്പോൾ അന്നേ ഞാനിവിടെ ചേച്ചിയെടുത്ത് പറഞ്ഞായിരുന്നു നമുക്ക് അതൊരു വീഡിയോ ആയിട്ട് ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് ശരിക്കും ഞങ്ങൾ രണ്ടാമത് വീണ്ടും വന്നിട്ട് ആ റെസിപ്പി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാമെന്ന് ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് നമുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് എൻ്റെ റിലേറ്റീവ്സിനെ കാണിച്ചു തരാം. അപ്പം ഇവിടെ മഞ്ജു ചേച്ചിയാണ്, ഞങ്ങളുടെ മഞ്ജു ചേച്ചിയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആള് ഭയങ്കര നല്ലൊരു കുക്കിംഗ് എക്സ്പേർട്ടാണ്. മഞ്ജു ചേച്ചിയോട് ചോദിച്ച് മനസ്സിലാക്കാം. ബാ, ഇതാണ് ഞാൻ പറഞ്ഞ മഞ്ജു ചേച്ചി. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾക്ക് അടിപൊളി ബിരിയാണി ഉണ്ടാക്കി തന്നെ. അപ്പൊ ചേച്ചി എങ്ങനെയാ നമുക്ക് വേണ്ടിയിട്ട് വീണ്ടും അത് റീക്രിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞത് എങ്ങനെയൊക്കെയാണ്? ഇതിന് അടിപൊളിയാണെന്ന് പറഞ്ഞു. നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഇത് 1 കിലോ ബിരിയാണി അരി ഉണ്ട്. ഇന്ത്യ ഗേറ്റിന്റെ ബിരിയാണി അരിയാണ് ഞാൻ എടുക്കുന്നത്. 1 കിലോ അരിക്ക് 2 കിലോ ചിക്കൻ. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പറഞ്ഞാൽ പച്ചമുളക് വേണം, ഇഞ്ചി വേണം, 2 നാരങ്ങ, വെളുത്തുള്ളി, തക്കാളിക്ക, സവാള, പിന്നെ ഇത് മസാലയായിട്ട് ഗ്രാമ്പു, തക്കോലം, കുരുമുളക്, ഏലക്ക, ബേ ലീഫ്, കറുവപ്പട്ട, ഇത്രയാണ് ഇതിന് വേണ്ടത് മസാല. പിന്നെ ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കാഷ്യൂവും കിസ്മിസും പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയില, ആവശ്യത്തിന് ഉപ്പ്, നെയ്യ്, ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത്. ഫസ്റ്റ് പ്രോസസ്സ് നമുക്ക് ഇപ്പൊ വേണ്ടത് ചിക്കൻ ആദ്യം നമുക്ക് മാരിനേറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി എടുക്കാം. അതിനുശേഷം കുറച്ച് മുളക് പൊടിയുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്. ഇതൂടെ മിക്സ് ചെയ്താണ് ആവശ്യത്തിന് ഉപ്പും ചേർത്താണ് നമ്മളിത് മാരിനേറ്റ് ചെയ്യാം. ഓക്കെ. ഇപ്പൊ നമുക്ക് ചിക്കൻ മാരിനേഷൻ ചെയ്യാം. ഇത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചിയുടെ പേസ്റ്റ്. ബാലൻസ് വരുന്നത് നമുക്ക് ഇതിന് വേണ്ടുന്ന ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. പിന്നെ മുളക് പൊടി അതൊക്കെ എത്ര ചേച്ചി? 2 സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി 1/2 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും മതി നമുക്ക്. പിന്നെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് കൈ വെച്ച് കുഴച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ്. നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പൊ ഇപ്പൊ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഏറ്റവും കുറവ് 15 മിനിറ്റത്തേക്കാണ് നമ്മൾ വെക്കുന്നത്.
വെക്കേണ്ടത്, ഇല്ലെങ്കിൽ അരമണിക്കൂർ മണിക്കൂറെങ്കിലും മണിക്കൂറെങ്കിലും വെക്കണം. ഇപ്പൊ നമ്മൾ 15 മിനിറ്റ് വെക്കുന്നുള്ളൂ. അതിനുശേഷം അരി നമുക്ക് ഒന്ന് കഴുകിയെടുക്കാം. ആദ്യം അരി നമ്മൾ കഴുകിയിട്ട് ഒരു 15 മിനിറ്റ് നമ്മൾ സോക്ക് ചെയ്ത് വെക്കാം. അതിന് നമുക്ക് ആദ്യം അരി ഒന്ന് കഴുകാം. അരി നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 15 മിനിറ്റ് നേരത്തേക്കാണ് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നത്. അത് നമ്മൾ മാറ്റി വെക്കുവാണ്. അടുത്ത നമ്മള് സവോള അരിയാൻ പോവാ. ഇത് മസാലയ്ക്കുള്ളതല്ലേ? ഇത് നമുക്ക് ഗ്രേവി ചിക്കൻ ഫ്രൈ ചെയ്ത് ഇതിന്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കിനി സവാള അരി ഗ്രേവിക്ക് വേണ്ട സവോളയും തക്കാളിയും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊരു 3 തക്കാളിയോളം നമ്മൾ അരിഞ്ഞു വെച്ചേക്കാണ്. ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് എന്ത് ഓയിൽ അയച്ചു വെച്ചേക്കുന്നത്? നമ്മളിപ്പോ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. നമുക്ക് സവോള ഇടുവാണ്. നമ്മൾ എത്ര സവോള ഇട്ടായിരുന്നു? 6 to 7 വരെ. വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു 7 മതി. നമ്മൾ ഉപ്പിട്ട് പെട്ടെന്ന് ഇതാവാൻ വേണ്ടിട്ട് അല്ലേ, വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ബ്രൗൺ കളറാണോ? ഇത് നല്ലപോലെ വഴന്ന് നല്ല ഒരു ബ്രൗൺ നിറമാകുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഇതിനകത്ത് ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഇനി നമ്മൾ ചിക്കൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതിന്റെ ബാലൻസ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഇത് വഴന്ന് കഴിയുമ്പോൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ചെയ്യുമ്പോൾ അത്യാവശ്യം വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള പാത്രത്തിൽ വേണം ചെയ്യാൻ. അത്യാവശ്യം നല്ലപോലെ വഴന്നിട്ടുണ്ട്. അടുത്തത് പച്ചമുളക് ഒരു 7-8 പച്ചമുളക് എരിവുള്ളതനുസരിച്ച് ചേർത്താൽ മതി. വേണ്ട അനുസരിച്ച് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ ഒരു 8 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ ചിക്കൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കുറച്ച് അതിലോട്ട് ഇട്ട് കൊടുക്കും. വെളുത്തുള്ളിയുടെ പേസ്റ്റും ഇഞ്ചി ഇനി ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ നന്നായിട്ട് വഴറ്റി ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ വഴന്നിട്ടുണ്ട്. അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. നമ്മൾ ഇതിനകത്ത് വേറെ മസാലയൊന്നും ചേർക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇതിലോട്ട് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. നമ്മളിപ്പോ ഇതിനകത്ത് ഒരു മസാല ഐറ്റവും ചേർക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റേ നമ്മള് മല്ലിപ്പൊടി, എന്താണ് ഗരം മസാല, അതൊക്കെ നമ്മൾ ചേർക്കുമല്ലോ, മുളക് പൊടിയൊക്കെ നമ്മൾ ചേർക്കും. പക്ഷെ ഇതിനകത്ത് നമ്മൾ ഒരു മസാല ഐറ്റവും ചേർക്കുന്നില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും പച്ചമുളകും ഇനി നമ്മൾ തക്കാളിക്കായും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഈ ഗ്രേവിയുടെ ഇൻഗ്രീഡിയൻസ്. ഈ തക്കാളി നല്ലതായിട്ടൊന്ന് നല്ലപോലെ ഇളക്കിയിട്ട് ചെറിയ തീയില് ഒന്ന് അടച്ചു വെക്കണം. അപ്പൊ ഇത് നല്ല
തക്കാളിക്ക നല്ല പേസ്റ്റ് ആയി കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാം. ഇപ്പം ഇനി ഇത് അടച്ചു വയ്ക്കാം. ഇനി നമ്മള് ഇതിന് ആവശ്യമായിട്ടുള്ള അരി വേവാൻ ആവശ്യമായിട്ടുള്ള 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒഴിച്ചു കൊടുക്കാം. വെള്ളം നല്ലപോലെ ഒന്ന് നമ്മുടെ തീ കൂട്ടി വയ്ക്കാം. തീ ഇച്ചിരി കൂട്ടി വെക്കുക. എന്നിട്ട് വെള്ളം തിളച്ച് വരട്ടെ. നമുക്ക് അതിലേക്ക് ഒരു മുറി നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കണം. വെള്ളം നമ്മൾ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഒരു മുറി നാരങ്ങ ഒഴിക്കാം. അരി വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് നാരങ്ങ നീര് ഒഴിക്കുന്നത്. വെള്ളം തിളയ്ക്കാറാകുമ്പോഴത്തേക്കിന് പാകത്തിനുള്ള ഉപ്പ്, ഒരുപാടാകരുത്, ആവശ്യത്തിനുള്ള ഉപ്പ്. കാരണം നമ്മൾ ഗ്രേവിക്കകത്തില് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ചിക്കനിലും നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഉപ്പ് കൂടെ ഉപ്പ് അത് തിളയ്ക്കാറാകുമ്പോഴത്തേന് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇത് അടച്ചു വെക്കാം. നമുക്ക് തക്കാളിക്കൊക്കെ മിക്സ് ആകാൻ വേണ്ടി വെച്ച ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഗ്രേവി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ തീ ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കാം. ഇപ്പൊ നമ്മുടെ ഗ്രേവി മിക്സ് ആയിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും പുതിനയില ഇട്ട് കൊടുക്കാം. കുറച്ച് പുതിനയില മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചേച്ചി ബിരിയാണിയുടെ റെസിപ്പി എവിടുന്നാ പഠിച്ചത്? അത് ചോദിക്കുവാണെങ്കിൽ അത് വലിയൊരു കഥയാണ്. ചെറിയ കഥ എവിടുന്ന് പഠിച്ചത്? ഞങ്ങൾ ദുബായിലായിരുന്ന സമയത്ത് അവിടെ എൻ്റെ ചേച്ചി ഫാമിലി ദുബായിലായിരുന്നു 1 വർഷം മുന്നേ വരെ. അപ്പൊ കൊറോണയുടെ 3 വർഷമായിട്ട് ദുബായിലായിരുന്നു. കൊറോണയുടെ സിറ്റുവേഷൻ വളരെ കൂടി നിന്ന സമയത്താണ് അവർ നാട്ടിലേക്ക് വന്നത്. അപ്പൊ ആ സമയത്ത് പഠിച്ചതാണ്. അവിടെ വെച്ച് പഠിച്ചതാണ്. അവിടെ എൻ്റെ നെയ്ബറായിട്ട് ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പം ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞു തന്ന് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ആദ്യമൊക്കെ ഫ്ലോപ്പ് ആയിപ്പോയി. പിന്നെ കറക്റ്റ് ചെയ്ത് ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അരിയുടെ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു 15 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചാൽ ആ 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്ത് വെള്ളം ഊറ്റി കളഞ്ഞു വെച്ചിരുന്നതാണ് ഈ അരിയെ. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് അരിക്ക് മുന്നേ ആദ്യം ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അരി ചേർത്ത് നമ്മൾ 15 മിനിറ്റ് കൂടുതൽ അരി എന്തായാലും സോക്ക് ചെയ്യാൻ വെക്കരുതല്ലോ. ഇല്ല, ഒരുപാട് സോക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ അരി പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. 15 മിനിറ്റിന് ശേഷം ആ വെള്ളം ഒന്ന് ഊറ്റി അരി മാറ്റി വെച്ചാൽ മതി. നമ്മൾ അരി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി ഇട്ട് ഇളക്കാൻ പറ്റത്തില്ല, ചോറ് പൊടിഞ്ഞു പോകും. അത് കാരണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എടുക്കുന്ന അരി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയുള്ള അരി വേണം എടുക്കാൻ? നല്ല ഞാനിവിടെ ഇന്ത്യ ഗേറ്റിന്റെ അരിയാണ് വാങ്ങിക്കുന്നത്. നല്ല നീളമുള്ള അരിയാണെന്നുണ്ടെങ്കിൽ നല്ല ചോറായിട്ട് കിട്ടും. ഇനി അത് ചെറിയ തീയിൽ നമുക്ക് അടച്ചു വെക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ വറക്കാൻ പോവാണ്. അതിനായിട്ട് ഒരു പാൻ നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയല്ലേ ഒഴിക്കുന്നത്? നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. ആവശ്യത്തിനുള്ള ചിക്കൻ വറക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക.
എണ്ണ ഇപ്പൊ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒരുപാട് അങ്ങ് ഫ്രൈ ആവണ്ട, ഡീപ് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. നമുക്കൊരു 10 മിനിറ്റ് വെച്ച് അപ്പുറം ഇപ്പുറം നമുക്കൊന്ന് ബോയിൽ ഒഴിച്ചെടുത്താൽ മതി. എടുക്കാം. ചിക്കൻ ഒന്ന് അടച്ചു വെക്കുവാണ്. നമ്മൾ ചെറിയ തീയില് ഇത് 2 സൈഡും ഒന്ന് നല്ലപോലെ ഡീപ് ഫ്രൈ ആവണ്ട. അപ്പൊ നമുക്ക് 2 സൈഡ് നല്ലപോലെ ഒന്ന് ബോയിൽ ചെയ്ത് ജസ്റ്റ് ചെറിയതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. പിന്നെ ലാസ്റ്റിൽ നമ്മൾ എനിക്ക് തോന്നുന്നു ബിരിയാണിയിലോട്ട് ഇട്ടിട്ട് പിന്നെ ഒന്നും കൂടെ ഒന്ന് അല്ല, നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുക്കുന്ന ചിക്കന് നമ്മൾ ആ ഗ്രേവിക്കകത്തിലിട്ടിട്ട് ഒന്നുകൂടെ ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അരിയും കൂടെ ഒന്ന് നോക്കാം. കൂട്ടത്തില് വെന്ത് വരുന്നതേ ഉള്ളൂ. നമ്മളിപ്പോ കറക്റ്റ് പാകത്തിനുള്ള വെള്ളമാണ് വെച്ചിരിക്കുന്നത്. അളന്ന് വെച്ചേക്കുന്നോണ്ട് ചെറിയ തീയിൽ അത് നല്ലപോലെ ഒരുപാട് നമ്മൾ വെള്ളം വെക്കരുത്. വെള്ളം വെച്ച് കഴിഞ്ഞാലും ഈ അരി അങ്ങ് കുഴഞ്ഞു. അരി ആയിട്ടുണ്ടോ നോക്കാം. ഏകദേശം അരിയെല്ലാം കറക്റ്റ് വേവായിട്ടുണ്ട്. നമുക്കിനി ഇത് ഇളക്കൊന്നും ചെയ്യരുത്. നമുക്കിനി ഇത് തീ ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം. പിന്നെ നമ്മള് ദമ്മിടുമ്പോ റൈസ് എടുത്ത് ദമ്മിട്ടാൽ മതി. അതുവരെ നമുക്ക് അടച്ചു വെക്കാം. അല്ലെങ്കിൽ ഇതിന്റെ ഈ സ്മെല്ലെല്ലാം ടെക്സ്ചർ ഒന്ന് കാണിച്ചു കൊടുക്കാവോ, പരുവം എങ്ങനെയാണെന്നുള്ളത്. കൈ കൊണ്ട് എടുത്തിട്ടോ അതിന്റെ ഇതിപ്പോ കറക്റ്റ് ഇതായിട്ടിരിക്കുവാണ്. ഒരുപാട് അങ്ങ് ഉടഞ്ഞിട്ടും ഇല്ല, എന്നാൽ വെന്തിട്ടുമില്ല. ആ ഒരു ടെക്സ്ചറാണ്. പിന്നെ നമ്മള് ദമ്മൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കിന് ഈ ചൂടും എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ കറക്റ്റ് പാകമായിട്ട് ഇത് ഇളക്കാൻ പാടില്ല, ഇങ്ങനെ വെച്ചേക്കാവുള്ളൂ. നമ്മളിപ്പോ ഫ്രൈ ചെയ്യാൻ പോകുന്നത് സവോളയും നട്ട്സും കാഷ്യൂസും അല്ലേ നമ്മളിപ്പോ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അതെ, നമുക്ക് ഈ സവോള എന്ന് പറയുമ്പോൾ നല്ല ഡീപ് ഫ്രൈ ആവും, കളറില് വറുത്തെടുക്കണം. നമുക്ക് അതിന് വേണ്ടിട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇത് ലെയർ ഇടുമ്പോ ചെയ്യാൻ വേണ്ടിട്ടല്ലേ? ലെയർ നമ്മൾ അതിന് മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിട്ട്. ഇപ്പൊ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുവാണേ. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം ചിക്കൻ. അപ്പൊ നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കാഷ്യൂസ് ഇട്ട് കൊടുക്കാം. കാഷ്യൂസ് വറുത്ത് കോരിയിട്ട് കിസ്മിസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സവോള ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോ കാഷ്യൂസ് വറുത്തോണ്ടിരിക്കുവാണേ. വറുത്ത് കോരിയിട്ട് അടുത്ത നമുക്ക് കിസ്മിസ് ഇടാം. കിസ്മിസും കാഷ്യൂസും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചും ഗാർണിഷ് ചെയ്യാൻ അനുസരിച്ചും ഇട്ട് കൊടുക്കാം. അങ്ങനെ കണക്കും ഒന്നുമില്ല. ബ്രൗൺ കളർ ആവുന്നിടം, ചെറിയ ലൈറ്റ് ബ്രൗൺ ആവുന്നിടം വരെ കാഷ്യൂസ് നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം റൈസൻസ് ഇട്ട് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് കോരിയെടുക്കാം. അത് വറുത്ത് കോരിയെടുക്കാം. ചെറിയ ബ്രൗൺ കളർ ആവാനേ പാടുള്ളൂ. ശേഷം നമുക്ക് റൈസൻസ് ഇട്ട് കൊടുക്കാം. റൈസൻസ് ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരും അല്ലേ? നന്നായിട്ട് റൈസൻസും വറുത്ത് കോരിയതിനു ശേഷം നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒരു സൈഡ് ആയിട്ടുണ്ടോ? ചിക്കൻ ഏകദേശം ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. റൈസൻസ് കോരിയിട്ട്
സവാള ഇട്ടിട്ട് നമുക്ക് ചിക്കൻ മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ആ റൈസൻസ് ഇങ്ങനെ ഒന്ന് പൊങ്ങി വരുന്ന പരുവാകുമ്പോൾ നമുക്ക് വറുത്ത് കോരാം. സവോള ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ നെയ്യ് അത് നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. സവാള റെഡിയായി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ മറിച്ചിട്ട് കൊടുക്കാം. ഒരു 5 തൊട്ട് 7 മിനിറ്റ് വരെ നമുക്ക് ചിക്കൻ ഒരു സൈഡ് വേവാല്ല, നമുക്കൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത സൈഡ് അത്രയും തന്നെ. ഒരു സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ചിക്കൻ എല്ലാം നല്ല വൈറ്റ് കളറിൽ ആയി വരും കുക്കാവുമ്പോൾ. സവാള ഫ്രൈ ആയി വരുന്നതേ ഉള്ളൂ. നല്ല ബ്രൗൺ കളർ ആവുന്നിടം വരെ. കരിയാനും പാടില്ല. കരിയാനും പാടില്ല. നല്ല ബ്രൗൺ കളർ ആവുക എന്ന് പറഞ്ഞാൽ കരിയല്ല, എണ്ണയിലിട്ട് തന്നെ നല്ലതായിട്ടൊന്ന് വഴറ്റി ബ്രൗൺ കളർ ആക്കുക എന്നുള്ളത്. ചിക്കൻ നമ്മൾ തലേദിവസമേ വാങ്ങിച്ച് ബിരിയാണി ഉണ്ടാക്കാൻ എളുപ്പമായിരുന്നു. ഇപ്പൊ രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്രൈ ചെയ്ത് ഗ്രേവി മിക്സ് ചെയ്ത്. ഇപ്പൊ ഞങ്ങൾ വന്നതിന് ശേഷമാണ് ചേച്ചി മാരിനേറ്റ് ചെയ്യാൻ വെച്ചത്. നമ്മൾ തലേദിവസം വൈകിട്ട് തന്നെ വാങ്ങിച്ച് വെക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ബിരിയാണി ഉണ്ടാക്കാൻ. മാംസത്തെ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് മണർന്ന് ഇങ്ങനെ വരും. അന്നേരം അത് നല്ലതായിട്ട് വെന്തെന്നാണ് അർത്ഥം. ഇപ്പൊ ഈ ഒരു പരുവത്തിൽ നമുക്ക് കോരിയെടുക്കാം. മൊരിഞ്ഞ് കിട്ടണം. നല്ല ഫ്രൈ ആയിട്ടുണ്ട്, നല്ല ഡീപ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോ കോരണം. അതിന്റെ കൂട്ടത്തിൽ ചിക്കനും ആയി വരുന്നുണ്ട്. പറയൂ. ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഗ്രേവിക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഗ്രേവിയിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ നമ്മൾ ഇട്ട് കൊടുക്കുകയാണേ. ഇങ്ങനെ നടുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. എന്നാൽ കുറച്ച് ഒരുപാട് അങ്ങ് ഡീപ്പായിട്ട് ഫ്രൈ ആയിട്ടുമില്ല, എന്നാൽ ഒരു മിനിമൽ രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ചും കൂടെ ഫ്രൈ ചെയ്യാനുണ്ട്. അടുത്ത ബാച്ച് നമുക്ക് എണ്ണ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടെ ഇവിടെ ബാക്കി ചിക്കൻ ഫ്രൈ ചെയ്യാനുണ്ട്. ബാക്കി ചിക്കനോട് ഫ്രൈ ചെയ്യാനുണ്ട്. അതുകൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള അത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ എല്ലാം നമ്മള് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ ഒരു 5 to 7 മിനിറ്റ് വരെ നമുക്ക് ഒരു സൈഡ് ഫ്രൈ ചെയ്തതിനു ശേഷം അടുത്ത സൈഡ് നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റാം.
ചിക്കൻ റെഡി ആവുന്ന സമയത്ത് നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള കൂടെ കഴിക്കാനുള്ള പപ്പടം കൂടെ കാച്ചിയെടുക്കാം. രണ്ടാമതിട്ട ചിക്കൻ ഒരു സൈഡ് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കൂടെ നമുക്ക് പപ്പടവും കഴിക്കാം. ഓൾമോസ്റ്റ് നമ്മൾ കലാപരിപാടിയൊക്കെ കഴിയാറായി. ദമ്മിട്ടാൽ മതി. എന്റെ പപ്പടം കയ്യേറിയെന്ന് പറയാം. ഇത്രയും മാത്രം മൊരിഞ്ഞാൽ മതിയാവും. ഇപ്പൊ നമ്മൾ ദം ഇടാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും വിസ്താരമുള്ള ഒരു പാത്രം എടുത്തിട്ട് ആദ്യം നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇത് ലെയർ ബൈ ലെയർ ആയിട്ട് ചെയ്യാൻ പോവാണേ. നെയ്യ് കുറച്ച് താഴത്തിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അതിനെ സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാലയും ചിക്കനും കൂടിയിട്ട് ആദ്യത്തേനകത്ത് ഇടും. അതായത് ഏറ്റവും താഴെ. ഫസ്റ്റ് ലെയർ നമ്മൾ ഗ്രേവി ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് റൈസ് ഇടാം. കറക്റ്റ് പരുവാണ് റൈസിന്റെ. റൈസ് ഇപ്പം നല്ല കറക്റ്റായിട്ടിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ വെന്ത് പോവാനും പാടില്ല. ആദ്യം നമ്മൾ ചിക്കനും ഗ്രേവിയും കൂടി ഇട്ട് അതിന്റെ മണ്ടയ്ക്ക് നമ്മൾ റൈസ് ഇടുക. ഈ ക്രിസ്മസ് ഒക്കെ ഇടണേ, അതും ഇടണം. ഇനി നമ്മൾ അത്യാവശ്യം നമുക്ക് കാഷ്യൂനട്ടും റൈസിൻസും സവാള ഫ്രൈ ചെയ്ത് ഉണ്ടെങ്കിൽ ഇവിടെ ഇട്ടാൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് ടോപ്പിൽ ഗാർണിഷ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പൈനാപ്പിൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പൈനാപ്പിളും കൂടെ ഇട്ടു. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന പുതിനയില മല്ലിയില അതും കൂടെ കുറച്ച് ഇട്ടു. ഫസ്റ്റ് ലെയർ തീർന്നിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ള ചിക്കൻ ഗ്രേവിയും കൂടി ഇട്ടുള്ള മിക്സ് നമ്മൾ റൈസിലേക്ക് ഇട്ടു. ബാക്കിയുള്ള റൈസ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കും. റൈസ് ഒന്ന് നന്നായിട്ട് ചെറിയതായിട്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ട് എല്ലാരും നന്നായിട്ട് വിശന്നിരിക്കുവാന്ന് തോന്നുന്നു. ആർക്കും ഒരനക്കവും ഇല്ല. മണം അടിക്കുമ്പോ കൂടുതൽ വിശപ്പ് വരുന്നുണ്ട്. സൂപ്പർ മണം.
മണമേ ഉള്ളോ? കഴിച്ചിട്ട് ടേസ്റ്റ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ ആണ്. കഴിക്കാൻ നേരത്ത് പട്ടയും ഏലക്കായും ഗ്രാമ്പും ഒക്കെ മാറ്റിയിട്ട് കഴിക്കുക. ഇനി നമുക്ക് ഫൈനൽ ഗാർണിഷിങ് ചെയ്യാം. പൈനാപ്പിള്, റൈസൻസും നട്ട്സും അതും ഇട്ടതിന് ശേഷം പുതിനയിലയും നമ്മുടെ മല്ലിയിലയും കൂടെ കട്ട് ചെയ്ത് വെച്ചത്. അല്ല ഇത് ഇട്ടിട്ടല്ല അത് നമ്മുടെ കുഴപ്പമില്ല, നമ്മുടെ ഇഷ്ടം പോലെ ഇടാം. ഒക്കെ നമ്മുടെ ഒരു ഐഡിയ പോലൊക്കെ നമുക്ക് ചെയ്യാം. ഫൈനൽ ഗാർണിഷിങ്ങും കഴിഞ്ഞു. ഇനി നമ്മൾ അത്ര സമയം അടച്ചു വെക്കും. ഇനി നമ്മൾ ചെറുതായിട്ട് ഒരു 2-3 ഹോൾ ഇട്ട് കൊടുക്കണം. ഹോൾ ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ നമ്മൾ അടച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ വെന്ത് നമുക്ക് പറ്റിയ പോലെ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പം ആ ഗ്രേവി റൈസും എല്ലാം കൂടെ ഒന്ന് മിക്സായി ആ സ്മെല്ലെല്ലാം ഒന്ന് സ്പ്രെഡായി. ബിരിയാണി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ചെറിയ തീയിലൊന്ന് ദമ്മിട്ട് വെക്കാം. ഒരു 15 മിനിറ്റ് നമ്മൾ ചെറിയ തീയിൽ വെക്കുക. നമ്മള് ദമ്മിട്ട് വെച്ചേക്കാണ്. ഒരു 15 മിനിറ്റോളം നമ്മൾ സ്റ്റീം നമ്മൾ വെച്ചതിന് ചെറിയ ശേഷം തീയിൽ വെക്കണം. എന്നിട്ട് പിന്നെ എത്ര നമ്മൾ താമസിച്ച് ഇത് തീ ഓഫ് ചെയ്തെടുക്കാൻ താമസിച്ച് നമ്മൾ ഉപയോഗിക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. അന്ന് ഞങ്ങൾ വന്നപ്പോ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ രാവിലെ ഉണ്ടാക്കി വെച്ചാൽ ഞങ്ങൾ വൈകിട്ട് വന്ന കാഴ്ച ഭയങ്കര സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മള് ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ അടുത്ത് വന്നു. ഇനി നമുക്കിത് തുറന്നു നോക്കാം എങ്ങനെയാണെന്നുള്ളത്. എങ്ങനെയുണ്ട് ടെക്സ്ചർ? ചേച്ചി തന്നെ തുറക്കും. ഭയങ്കര സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് കഴിച്ചു നോക്കാവേ. അത് എത്തുന്നില്ല എനിക്ക്. ഞാൻ തന്നെ എല്ലാരും കഴിച്ചു നോക്കും. അമ്മയുടെ അഭിപ്രായം പറ. അടിപൊളി, സൂപ്പർ ടേസ്റ്റ്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പൊ ഞങ്ങൾ കഴിക്കാൻ പോവാണേ.